ആന്റി, നീ എന്താ അവിടെ ചെയ്തോണ്ടിരുന്നേ? അത് ആന്റി, കല്യാണി അവിടെ ചവറ് കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങായിരുന്നേ. അതങ്ങോട്ട് മാറ്റിയിട്ട് കത്തിച്ചൂടെന്ന് ഞാൻ ചോദിക്കായിരുന്നു. അതൊക്കെ അവര് ചെയ്തോളും. അതെ, നാളെ കല്യാണത്തിന് മുൻപ് തൃച്ചംബരം തറവാട്ടിൽ നടക്കുന്ന കുടുംബ പൂജയുണ്ട്. ഞാൻ കമലയോട് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. നീ വേണം കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ. ശരി ആന്റി. ശ്രീമഠം ദത്താത്രേയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാ പൂജ നടക്കുന്നത്. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. നമ്പൂതിരി ഒരു ക്ഷിപ്രകോപിയ. പൂജയ്ക്ക് തടസ്സം ഉണ്ടായാൽ ഇടയ്ക്ക് തന്നെ ഇട്ടെറിഞ്ഞു പൊയ്ക്കളയും. അതാ ടെൻഷൻ. മനസ്സിലായി ആന്റി. ഞാൻ ആദ്യമായിട്ട് എന്റെ മൂത്ത മകളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം. നീയായിട്ടത് ഇല്ലാതാക്കരുത്. ഒരിക്കലും ഇല്ല ആന്റി. തീർച്ചയായിട്ടും ആന്റി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായി നിറവേറ്റും. നന്നായി. നാളെ ഈ തൃച്ചംബരം കുടുംബത്തിന്റെ താക്കോല് എനിക്ക് നിന്നെ ഏൽപ്പിക്കാനുള്ളതാ. താക്കോല് മാത്രമല്ല, ഈ കുടുംബത്തിന്റെ അന്തസ്സും ആത്മാഭിമാനവും. ഇപ്പോഴേ അത് ഓർത്തു വേണം ഓരോ നിമിഷവും നീ ഇവിടെ നിൽക്കാൻ. അറിയാം ആന്റി, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ആന്റിക്ക് എന്നെ വിശ്വസിക്കാം. ഗുഡ്, then carry on. തൃച്ചംബരത്തിന്റെ താക്കോല് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ നിന്റെ ഇവിടുത്തെ അടുക്കളയും ഔട്ട് ഹൗസ് വീടും പൂട്ടിക്കുവെടി. പ്രിയങ്ക താമസിക്കുന്നിടത്ത് കല്യാണി വേണ്ട. അതെന്റെ തീരുമാനമാണ്. ഒരിക്കലും മാറ്റാത്ത തീരുമാനം. നിങ്ങളെന്താ ഇവിടെ? അകത്ത് ജോലിയൊന്നുമില്ലേ? വാ. ഇപ്പൊ അകത്തേക്ക് കേറാൻ പാടില്ല. കേറാൻ പാടില്ലേ? അതെന്ത് പറ്റി? മുകളിലൊരു പൂജ നടക്കുക. എനിക്കറിയാത്ത പൂജയോ? അതൊന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല. പൂജ നടക്കുന്നതിനാൽ അകത്തേക്ക് ആരെയും കയറ്റി വിടരുന്ന മാഡം പറഞ്ഞിരിക്കുന്നത്. ദേ, അവരെല്ലാം പുറത്തു നിൽക്കുന്നത് കണ്ടോ? പൂജ കഴിഞ്ഞ് മാഡം പറഞ്ഞിട്ട് അകത്ത് കയറിയാ മതി. അത് കൊള്ളാം. അവരെ പോലെയാണോ ഞാൻ? ചേട്ടനൊന്ന് മാറിക്കേ. പൂജ നടക്കുമ്പോ എനിക്ക് മാഡത്തിന്റെ കൂടെ നിന്ന് ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാ. പറ്റില്ല കല്യാണി. പറഞ്ഞത് കേട്ട് ദേ അവരുടെ കൂടെ ചെന്ന് നിന്നാ മതി. ചേട്ടൻ അങ്ങോട്ട് മാറുന്നേ. മാഡം ഇപ്പൊ തന്നെ എന്നെ തിരക്കുന്നുണ്ടാവും. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? മാഡം ആരെയും അകത്തേക്ക് കയറ്റി വിടരുന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്കതനുസരിച്ചേ പറ്റൂ. എന്റെ ജോലി കളയിക്കരുത്. ചേട്ടാ, ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ചേട്ടൻ അങ്ങോട്ട് മാറ്. കല്യാണി, കല്യാണി, പറ്റില്ല. ചേട്ടാ വിട്. പറയുന്ന കേക്ക്. ചേട്ടാ കൈ വിട്. ചേട്ടാ എനിക്ക് അങ്ങോട്ട് പോണം. എന്താ ഇവിടെ തർക്കവും ബഹളമൊക്കെ? മുകളിൽ പൂജയാണെന്ന് പറയുന്നു. എനിക്ക് മാഡത്തിനടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിടുന്നില്ല സർ. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ മാഡം എന്നെ തിരക്കി കാണും. കല്യാണിയെ ആരും തിരക്കുന്നില്ല. അത് രാവിലെ തുടങ്ങിയ പൂജയാ, പകുതി കഴിഞ്ഞു. കല്യാണിയെ അഖില അത് അറിയിക്കാത്തതാ. പക്ഷെ ഞാനൊന്നും. നീ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ അഖിലയ്ക്ക് അങ്ങനെ അല്ല തോന്നിയിരിക്കുക. നിന്നെ അകത്തേക്ക് കടത്തി വിടരുത് എന്ന് അഖില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ വല്ല കാരണം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ കിടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കാതെ സെക്യൂരിറ്റി എന്ത് പറഞ്ഞോ അതനുസരിക്ക്. അങ്ങ് മാറി നിൽക്കും. മാറി നിൽക്കാൻ.
അവിടെയെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് വരാൻ നോക്ക്. ഇവിടെ കുടുംബ പൂജയ്ക്ക് വന്നവരെല്ലാം നിന്നെ തിരക്കി. ദേ, നാളെയെങ്കിലും പറയണം നിനക്ക് എപ്പോഴാ വരാൻ പറ്റുന്നതെന്ന്. ആ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. സഹദേവന, കല്യാണത്തിന്റെ തലേന്ന് മിക്കവാറും വരാൻ പറ്റത്തുള്ളൂ. വളരെ കഷ്ടമായിപ്പോയി. ആ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. ആ ബിസിനസ് ഡീലങ്ങ് വേണ്ടാന്ന് വെച്ചാ മതിയായിരുന്നു. സഹദേവൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം മുൻപന്തിയിൽ നിന്ന് ചെയ്തേനെ. ആ പിന്നെ കുടുംബക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവരുടൻ തന്നെ പണി തുടങ്ങും. നന്നായി കൃഷ്ണേട്ടാ, ഇനിയെങ്കിലും ഈ അനർത്ഥങ്ങളൊന്ന് ഒഴിഞ്ഞാ മതിയായിരുന്നു. അന്ന് ഇളയച്ചൻ പറഞ്ഞതുപോലെ ശ്രീചക്ര പൂജ നടത്തണം. അതും ഇനി അധികം വൈകിക്കാൻ പാടില്ല. ഇന്നത്തെ പൂജാരിയെ തന്നെ വിളിച്ചാ മതി. അദ്ദേഹത്തിന്റെ പൂജ കാണാൻ തന്നെ ഒരു നിറവ. ശരി, ആയിക്കോട്ടെ. ഇന്നത്തെ പൂജയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇന്ന് നീ കല്യാണിയെ പൂജയിൽ നിന്ന് വിലക്കിയത് അല്പം കടന്ന നടപടിയായി പോയില്ലേ എന്നൊരു തോന്നൽ. ഞാനും കൂടെ അവളോട് അകത്തേക്ക് കടക്കണ്ടെന്ന് വിലക്കിയപ്പോ അവളുടെ ഉള്ളു വിങ്ങി പൊട്ടുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. സത്യം പറഞ്ഞ സങ്കടം തോന്നി. ഒന്നുമല്ലെങ്കിലും അവൾ ഈ കുടുംബത്തോട് കാണിക്കുന്ന അടുപ്പവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ നമ്മൾ കാണണമായിരുന്നു. അത് മാത്രമല്ല, നിനക്ക് ഓർമ്മ കാണും, ഇതുപോലെ നമ്മൾ അവളെ വിലക്കിയതാ നിശ്ചയത്തിന്. എന്നിട്ട് അവൾ വേണ്ടി വന്നു നമ്മുടെ മാനം കാക്കാൻ. ഒരു സൗകര്യത്തിന് നീ അങ്ങ് മറക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നുന്നു. നിനക്കിത് എന്താ പറ്റിയേ? കല്യാണം എന്താ നിന്റെ ശത്രുവാണോ? ഇന്നവളല്ല, പക്ഷേ നാളെ അവൾ എന്റെ ശത്രു ആകൂന്നുള്ള ഭയം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നാളെ ശത്രുവാകൂ എന്ന് പറഞ്ഞ? കൃഷ്ണേട്ടന് ഓർമ്മ കാണും, ആനന്ദ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവള് കയ്യിൽ കത്തുന്ന കർപ്പൂരമേറ്റിയത്. വെറ്റിലയിൽ വെച്ചിട്ടാണെങ്കിലും ആ കൈ പൊള്ളിപ്പോയി. എന്തിനായിരുന്നു അവളത് ചെയ്യാൻ പോയത്? ആനന്ദിനോട് അവൾക്ക് ബന്ധുത്വമുണ്ടോ? ഇല്ലല്ലോ. ശരി, ഇനിയിപ്പൊ അവളത് കുടുംബത്തോടുള്ള ആത്മാർത്ഥത കൊണ്ട് ചെയ്തതാണെന്ന് കരുതാം. പക്ഷേ അന്ന് ആ മൈലാഞ്ചി ഇടുന്ന ദിവസം അവൾ ആനന്ദിന്റെ പുറത്തേക്ക് ചാഞ്ഞു വീഴുന്നത് കൃഷ്ണേട്ട കണ്ടതാണല്ലോ. ആ, പിന്നെ സ്വയം മറന്നുള്ള നിൽപ്പും. ഇതൊക്കെ ഒരു അമ്മയുടെ കണ്ണിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കും കൃഷ്ണേട്ട. അതിന്റെ കൂടെ ആ ജോത്സ്യൻ ചിലത് പ്രവചിച്ചത്. അതൊക്കെ ഓർക്കുമ്പോ എങ്ങനെയാ കൃഷ്ണേട്ട എനിക്കിതൊക്കെ നിസ്സാരമായി കാണാൻ പറ്റുന്നത്? എങ്ങനെ അവളെ ഈ വീട്ടിൽ കയറ്റും? കൃഷ്ണേട്ട തന്നെ പറ. അഖിലേ, നീ ചിന്തിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ എനിക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. നിന്റെ നിലപാടുകൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാനിപ്പോ കൂടുതലായിട്ട് ആലോചിക്കാൻ ശ്രമിക്കുന്നില്ല കൃഷ്ണേട്ട. ആനന്ദിന്റെ കല്യാണം കഴിയും വരെ ഈ നിലപാടുകളിൽ തന്നെ മുന്നോട്ട് പോകാനായി എന്റെ തീരുമാനം. ഇടയ്ക്ക് കയറി ന്യായ അന്യായങ്ങൾ പറയാൻ നിൽക്കാതെ കൃഷ്ണേട്ടൻ അതിന് എനിക്ക് അനുവാദം തരണം, പ്ലീസ്. ഇതിപ്പോ ആരുടെ ഭാഗത്താ ന്യായമൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. രണ്ട് ഭാഗത്തും സമാസമം. കല്യാണി ജയിക്കണോ അഖിലാണ്ടേശ്വരി ജയിക്കണോന്ന് ദൈവം തന്നെ തീരുമാനിക്കട്ടെ. നമ്മൾ കൈയൊഴിഞ്ഞേ. നിന്നെ അകത്തേക്ക് കടത്തി വിടരുത് എന്ന് അഖില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ വല്ല കാരണം ഉണ്ടാവും. അങ്ങ് മാറിയിരിക്കും. ചേച്ചി, ഇന്ന് സ്കൂളിൽ നല്ല തമാശയായിരുന്നു. ഉച്ചഭക്ഷണം വിളമ്പുന്ന സമയത്തെ ഞങ്ങളുടെ PT സാർ സാമ്പാറുമായിട്ട്. അനികുട്ടാ, നീ ഇന്ന് പോയേ. ഞാനാകെ വിഷമിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു സ്കൂള്. ഓ, ഏത് സമയത്തും ഒരു വിഷമോ ഒരു ചിന്തയും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി സ്കൂളിന്റെ കാര്യങ്ങളും ചോദിച്ചോണ്ടെങ്കിൽ വാ. സുജ ടീച്ചർ ഏത് സാരിയാ ഉടുത്തത്, ശ്യാമ ടീച്ചറിന്റെ കമ്മൽ എന്തായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരല്ല.
എന്താ അമ്മേ ഞാൻ ചെയ്ത തെറ്റ്? എന്തിനാ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അമ്മ എന്നെ അകത്ത് കയറ്റാതെ നടക്കി പുറത്തു നിർത്തിയത്? ഞാനല്ലേ എന്ന് പൂജയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കാറ്. എന്നിട്ട് ഇന്ന് മാത്രം എന്താ ആ സെക്യൂരിറ്റി കൊണ്ട് എന്നെ തടഞ്ഞു നിർത്തിയത്? ഏത് കൊടും കുറ്റവാളിക്കും താൻ ചെയ്ത കുറ്റം അറിയാൻ കോടതി ഒരു അവസരം നൽകാറുണ്ട്. ഇവിടെ എനിക്കും അറിയണം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന്. നേരിട്ട് തന്നെ ഞാനത് മാഡത്തോട് ചോദിക്കും. അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാഡം അത് പറയട്ടെ. എനിക്കറിയണം. ഞാനത് ചോദിക്കും. ചോദിക്കും അമ്മേ. ചോദിച്ചാലേ എന്റെ മനസ്സടങ്ങും. അമ്മ വേണം എനിക്കതിനുള്ള ശക്തി തരാൻ. മേഡം, ചേച്ചി ആ നീ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ അഖിലയ്ക്ക് അങ്ങനെ അല്ല തോന്നിയിരിക്കുക. നിന്നെ അകത്തേക്ക് കടത്തി വിടരുത് എന്ന് അഖില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ വല്ല കാരണം ഉണ്ടാവും. കല്യാണി, ഭയക്കരുത്. ചോദിക്കാൻ വന്നത് ചോദിക്ക്. ഇതാണ് നല്ല അവസരം. പേടിക്കണ്ട കല്യാണി, ധൈര്യമായിട്ട് ചോദിക്കേ. നീ തീരുമാനിച്ചതല്ലേ ചോദിക്കണമെന്ന്. പിന്നെന്തിനാ പരിഭ്രമം? ചോദിക്കേ. മാഡം, അത് മാഡം വന്ന കാര്യം വേഗം പറഞ്ഞിട്ട് പോ. ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ദാ ഇത് കമലയുടെ കൈ കൊണ്ട് കൊടുക്കണം. കമല ബാങ്കിലുണ്ട്. ശരി മേഡം. ഉം, ഉം. പറ. അത് മാഡം എനിക്ക് നിനക്കെന്താ പ്രശ്നം? അത് മാഡം പ്രശ്നമൊന്നുമില്ല. ഇന്നെന്തൊക്കെയാ പാചകം ചെയ്യേണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞാൻ. ഇഡിയറ്റ്. എന്താ ഇത്? വിലാസിനെ സെക്യൂരിറ്റി വിളിക്ക്. ആ ശരി ചേച്ചി. നോക്ക്, ഇങ്ങനെ ദിവസവും വന്ന് എന്തൊക്കെ പാചകം ചെയ്യണമെന്ന് എന്നോട് ചോദിക്കണമെന്നില്ല. എന്തൊക്കെ വേണമെന്ന മെനു ഞാൻ കമലയോട് പറഞ്ഞേക്കാം. കമല കിച്ചണിൽ വന്നറിയിച്ചോളൂ. എന്നും എന്തൊക്കെയാ വേണ്ടതെന്നുള്ള മെനുവിന്റെ ലിസ്റ്റും തന്നോളൂ. മനസ്സിലായോ? ചേച്ചി. ആ സെക്യൂരിറ്റി, മേഡം, ഇനി ഈ വീട്ടിലെ വിശേഷങ്ങൾ കഴിയുന്നതുവരെ തൃച്ചംബരം ഫാമിലിയിലുള്ളവരല്ലാതെ ആരും തന്നെ മുൻവാതിൽ വഴി അകത്ത് വരാൻ പാടില്ല. എല്ലാത്തരം ജോലിക്കാരും പാചകക്കാരടക്കം ഇനി മുതൽ പിൻവാതിൽ വഴി കയറിയാൽ മതി. അതിന് ആരായാലും. ഈ നിർദ്ദേശം സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചിരിക്കണം. മനസ്സിലായോ? ശരി മേഡം, ഞാൻ ചെയ്തോളാം. ഇനി എന്താ നിനക്ക് പൊയ്ക്കൂടെ? പോ.
ഇനി ഈ വീട്ടിലെ വിശേഷങ്ങൾ കഴിയുന്നതുവരെ തൃച്ചംബരം ഫാമിലിയിലുള്ളവരല്ലാതെ ആരും തന്നെ മുൻവാതിൽ വഴി അകത്തു വരാൻ പാടില്ല. എല്ലാത്തരം ജോലിക്കാരും പാചകക്കാരടക്കം ഇനി മുതൽ പിൻവാതിൽ വഴി കയറിയാൽ മതി. അതിന് ആരായാലും. ചേച്ചി, ക്ലാസ്സിലെ ഒരു പ്രോജക്റ്റിന് വെക്കാനാ. എനിക്കൊരു പീസ് ടെപ്പിയൊക്കെ കിട്ടുമോ? ഇതും തോറ്റി കണ്ണും തുറന്നിരുന്ന് ഉറങ്ങുന്നോ? ഹലോ മാഡം. എന്താടാ? ഇതും തോറ്റി കണ്ണും തുറന്നിരുന്ന് സ്വപ്നം കാണുകയാണോ? അല്ല, കണ്ണും തുറന്നിരുന്ന് കൊന്നി കളിക്കായിരുന്നു. നീ കാര്യം പറഞ്ഞേ. എനിക്കൊരു പീസ് ടെപ്പിയൊക്കെ വേണം. എന്തോന്ന്? തപ്പി നോക്കാനോ? അയ്യോ കഷ്ടം, നനഞ്ഞ കോമഡി അടിക്കല്ലേ. ടെപ്പിയോക്കാന്ന് പറഞ്ഞാ മരിച്ചീനി. എന്താ കിട്ടുവോ? ക്ലാസ്സിലെ ഒരു പ്രോജക്റ്റിനാ. ഓ ആയിക്കോട്ടെ, തന്നോളാം. ശ്ശോ. അച്ഛനിതിപ്പോ വന്നു. കുറച്ചു നേരമായി. എന്തു പറ്റി നിനക്ക്? ഇന്നത്തെ ജോലി തിരക്ക് കൂടുതലുണ്ടായിരുന്നു. ഞാൻ വന്നതുപോലും അറിയാതെ നല്ല മയക്കത്തിലായിരുന്നല്ലോ. ക്ഷീണായിരിക്കുന്നായിരുന്നു. ഞാൻ വിളിച്ചില്ലാന്നേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായോ? മയക്കത്തിലായിരുന്നു അച്ഛനും പറഞ്ഞേ. ഞാനത് പറഞ്ഞപ്പോ എന്റെ മേലിൽ തുള്ളിച്ചാടില്ല. മതി മതി, നീ വന്ന ആഹാരം എടുത്തോക്ക്. നല്ല വിശപ്പുണ്ട്. ചേച്ചി എന്താ ഈ കാണിക്കുന്നേ? ചേച്ചി! അയ്യോ സോറി അനിക്കുട്ടാ, ഞാൻ അറിഞ്ഞില്ല അനിക്കുട്ടാ. എന്ത് പറ്റി മോളെ നിനക്ക്? സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ലോ. എന്താ പ്രശ്നമെന്ന് വെച്ചാ അച്ഛനോട് പറ. എന്താ പ്രശ്നമെന്ന് വെച്ചാ അച്ഛനോട് പറ. അതച്ഛാ, തൃച്ചംബരത്ത് ഐശ്വര്യപൂജ നടന്നില്ലേ? നടന്നു. അതിനെന്താ? അച്ഛനറിയാലോ, സാധാരണ ഏത് പൂജ നടന്നാലും ഞാനല്ലേ മാഡത്തിന്റെ കൂടെ നിന്ന് സഹായിക്കണേ. പക്ഷേ പൂജ തീരണവരെ എന്നെ അകത്തേക്ക് കയറ്റി വിട്ടതേയില്ല. നടയിൽ തന്നെ തടഞ്ഞു നിർത്തി. ഓ, അതാണോ കാര്യം? അത് നിന്നെ മാത്രമല്ല, ഒരു ജോലിക്കാരെ അകത്തേക്ക് വിട്ടില്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതല്ല അച്ഛാ, ഇന്നു മുതൽ ഞാൻ ഉൾപ്പെടെ ഒരാള് പോലും മെയിൻ എൻട്രൻസ് വഴി അകത്തേക്ക് കടക്കരുതെന്ന മാഡത്തിന്റെ ഓർഡർ. മാത്രമല്ല, എന്തൊക്കെ പാചകം ചെയ്യണമെന്ന് കമലേച്ചിയുടെ കയ്യിൽ നിന്ന് ലിസ്റ്റ് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും നാളും മാഡം അതൊക്കെ എന്നോടല്ലേ അച്ഛാ നേരിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്? അതൊക്കെ അങ്ങ് കള ചേച്ചി. മാഡം എന്തെങ്കിലും ടെൻഷനിലായിരുന്നപ്പോഴായിരിക്കും ചേച്ചി ചെന്ന് ചോദിച്ചത്. അതാ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ല നീങ്കുട്ട, മാഡത്തിന് എന്നോട് എന്തോ ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇല്ലാതെ സാറ് പോലും ഇന്ന് എന്നോട് കർശനമായിട്ട് സംസാരിച്ചു. ആണോ? മാഡം എന്തൊക്കെയായാലും ഒരു കാരണവുമില്ലാതെ അങ്ങനെയൊന്നും പറയില്ലല്ലോ. നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതെന്നെ കാര്യം. അയ്യോ ഇല്ലച്ചാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാഡം എന്നെ അടിച്ചപ്പോഴും വഴക്ക് പറഞ്ഞപ്പോഴൊന്നും എനിക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് മാഡം എന്നോട് അകൽച്ച കാണിച്ചത് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര സങ്കടം വരണേ. സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. മാഡത്തിന് ഇഷ്ടപ്പെടാത്ത എന്തോ നീ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതാ മാഡം നിന്നോട് അങ്ങനെ പെരുമാറിയത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മാഡത്തിന് വിരോധം ഉണ്ടാവുന്ന എന്തായാലും ശരി, അത് നീ മാറ്റുന്നതാണ് നല്ലത്. അറിയാതെ പോലും മാഡത്തിന്റെ മനസ്സ് നീ കാരണം വിഷമിച്ചു എന്നറിഞ്ഞാൽ മോളാന്നുള്ള കാര്യം വരെ ഞാൻ മറക്കും. അപ്പൊ തൃച്ചംബരത്ത് നിന്നല്ല നിന്നെ അകറ്റാൻ പോകുന്നത്, ഈ വീട്ടിൽ നിന്നാ. നാട്ടിലേക്ക് നാട് കടത്തും ഞാൻ. ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട.